സോ നമ്മളൊരു സ്ട്രക്ചറൽ ഡിസൈനിങ് പ്രകാരം ഒരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. സോ ആ 3D മോഡൽ നമ്മൾ സീസ്മിക് ഇൻപുട്ട്, അതായത് നമ്മുടെ എർത്തിക് ലോഡിംഗ് പരമായിട്ടുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബിഹേവിയർ ആസ് പെർ ദി ലോഡിംഗ് ഇൻപുട്ട്സ് കറക്റ്റ് ആണോ എന്നത് നമുക്ക് വെരിഫൈ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. സോ അതിന് വേണ്ടിയായിട്ട് 3D നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മോഡലാണ്. സോ ആ മോഡലിൻ്റെ 3D വ്യൂ, റെൻഡേർഡ് 3D വ്യൂ, സ്ട്രക്ചറൽ വ്യൂ എന്നാണ് നമ്മൾ പറയുക. സോ സ്ട്രക്ചറൽ 3D വ്യൂ ആണത്. സോ അതിൻ്റെ ഡിഫോംഡ് ഷേപ്പ് എങ്ങനെ വരും, അതെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാന്നുള്ള 3D റെപ്രസെൻറ്റേഷനാണ് കാണിക്കുന്നത്. സോ അതിനുവേണ്ടി ഇവിടെ നമുക്ക് ഷോ ഡിഫോംഡ് ഷേപ്പ് എന്നുള്ള ടൂളുണ്ട്. സോ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കേസസ് എന്നുള്ള ഓപ്ഷനുണ്ട്, കോംബോ ഉണ്ട്, മോഡുണ്ട്. സോ ആ കേസസിൽ ഏത് കേസിലാണ് നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഡിഫോർമേഷൻ കാണേണ്ടതെന്നുള്ള ഓപ്ഷൻ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ ഞാൻ ഇപ്പോൾ സീസ്മിക് പരമായിട്ടുള്ള ഡിഫോർമേഷനാണ് ഞാൻ പറഞ്ഞത്. സോ സീസ്മിക് പരമായിട്ട് എലോങ് എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും നമ്മൾ സീസ്മിക് ഇൻപുട്സ് കൊടുക്കുന്നതാണ്. സോ EQX എന്ന ഡയറക്ഷനിലാണ് ഞാൻ കൊടുക്കുന്നത്. സോ അതിൻ്റെ ഡിഫോംഡ് ഷേപ്പ് എന്ന് പറയുമ്പോഴേക്കും സോ ഇതായിരിക്കും ഡിഫോംഡ് ഷേപ്പ്. സോ എൻ്റെ ആ ഒരു ബിഹേവിയർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു സ്റ്റാർട്ട് ആനിമേഷൻ എന്നുള്ള ഓപ്ഷൻ താഴത്തുണ്ട്. സോ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുവാണ്. ഇപ്പോൾ നമ്മുടെ ബിൽഡിങ് ആ 3D പരമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഡിഫോർമേഷൻസ് വരാന്നുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. സോ ഇത് 3D വ്യൂവിൽ ഇതാണ് അതിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കുക. സോ കമ്മിങ് ടു എൻ്റെ പ്ലാൻ വ്യൂ പരമായിട്ട് എൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റ് അല്ലെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കിവിടെ പ്ലാനിൽ പോവാം. പ്ലാനിൽ നമുക്ക് ഏറ്റവും ടോപ്പ് സ്റ്റോറിയിലായിരിക്കും കൂടുതൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുക. സോ ഞാൻ ഏറ്റവും ടോപ്പ് സ്റ്റോറി എടുക്കുകയാണ്. ഓക്കെ, അഗൈൻ സെയിം പ്രൊസീജിയർ ഞാൻ അവിടെ സ്റ്റാർട്ട് ആനിമേഷൻ കൊടുക്കുകയാണ്. സോ ഇൻ പ്ലാൻ വ്യൂവിലായാലും നമ്മുടെ ബിൽഡിംഗ് അതേ ഡയറക്ഷനിലാണ് ഡിഫോം ചെയ്യുന്നത്, നമ്മൾ എക്സ് ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദസ് നമുക്ക് വാലിഡേറ്റ് ചെയ്യാം, ദാസ് നമ്മുടെ പ്രോപ്പർ ഇൻപുട്ട് പ്രകാരം തന്നെയാണ് നമ്മുടെ ബിൽഡിംഗ് ഡിഫോം ചെയ്യുന്നത് എന്നുള്ളത്.